ഹായ് ബെൻസി കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓഫർ സെയിൽ വന്നിരിക്കുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസ് ആണ്. എല്ലാം തന്നെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുണ്ട്, അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കുർത്തീസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റയോണിലും ജോർജറ്റിലും കോട്ടണിലും എല്ലാം വരുന്ന കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അധികം നമ്മുടെ ഓൺ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഇനി നമ്മൾ കാണിച്ചാലും നിങ്ങളുടെ കയ്യിലേക്ക് എത്താനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓഫർ സെയിലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ ഓഫർ സെയിൽ എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത്. സൈറ്റ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഓണത്തിനൊക്കെ ശേഷമാണ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലം കൂടി ഒരുമിച്ച് നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും തന്നെ ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സമയക്കളയിൽ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് കുർത്തി വന്നിട്ട് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്ക് ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വൈൻ ഷെയ്ഡിൻ്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത്. കോളർ നെക്കാണ്, അതും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോളറാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ വെക്കുന്ന ഹൈനെക്കും അങ്ങനത്തെ കോളേഴ്സ് ഒന്നുമല്ല, നല്ല ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന കോളർ പാറ്റേൺ ആണ്. താഴേക്ക് വരുമ്പോഴത്തേക്കും എലൈനിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. സ്ലീവ് വരുമ്പോൾ ഒരു സെമി ബലൂൺ സ്ലീവ് കൺസെപ്റ്റിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. ലെങ്ത് ആണെങ്കിലും നല്ല ലെങ്തോടുകൂടി തന്നെയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. അതും ഈ കുർത്തി വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തിടാൻ പാകത്തിനുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ആഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ആഷിൻ്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ് ഇതിലും വരുന്നത്. എലൈനാണ്, വിതൗട്ട് ലൈനിങ്ങിൽ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് വരുമ്പോഴത്തേക്കും ഒരു സെമി ബലൂൺ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന സ്ലീവിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു 47 ഇഞ്ചോളം ലെങ്തോടുകൂടിയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് റയോൺ മെറ്റീരിയൽ തന്നെയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് ബേസ് വന്നിരിക്കുന്നത്. മസ്റ്റാർഡ് യെല്ലോണെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അതിനകത്ത് റെഡിന്റെ ഓഫ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. ഒരു അജ്രക് മോഡലിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഇതിൽ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്കാണ് സെന്റർ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ട് ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എലയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെമേരിയയിലേക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ്. ഇതുപോലെയാണ് മെറ്റീരിയൽ. റയോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450. അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇൻസൈഡ് കേരള നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമുക്ക് റെഗുലർ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതെല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു റെഡ് ആണ്, മെറൂണിഷ് റെഡ് ആണ് ഈ കളർ വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നെക്ക് വരുമ്പോൾ ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. സെന്റർ പോർഷനിൽ പടി വന്നിട്ട് ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എലൈനാണ്, വിതൗട്ട് ലൈനിങ്ങിലാണ്. സിമ്പിളായിട്ട് തന്നെ വേറെ പാത്രമാണ് വന്നിരിക്കുന്നത്. അത് ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ കുർത്തിയാണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അജ്രക് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. ഇതൊരു പാനൽ കട്ട് പാറ്റേണിൽ ഫ്രോക്ക് മോഡലിൽ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. നെക്ക് വരുമ്പോൾ വീനക്കാണ് കേട്ടോ. നെക്ക് ലൈൻ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോഡി നമ്മുടെ യോക്ക് പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ട് വന്നിരിക്കുന്ന മിറർ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഒരു കട്ടിങ് വന്നിട്ട് അവിടുന്ന് താഴേക്ക് പാനൽസ് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബോഡി വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡോറീസ് ഉണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം. ബാക്ക്
ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ഈ കുർത്തി എന്നൊക്കെ പറയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വെയർ ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. ഈ കുർത്തിയെല്ലാം ഒരു 850 റേറ്റ് ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളത് ഒരു ബഡ്ജറ്റ് റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 650 എന്ന് പറയുന്ന റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ പ്യുർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്യുർ അജ്രക് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴേക്കും ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ വരുന്നത് ബേസ് കളർ ബ്ലാക്ക് ആയിരുന്നു. അതിൻ്റെ അകത്തൊരു ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്ന അജ്രക് പ്രിന്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കളർ പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. അതിൻ്റെ അകത്തൊരു മെറൂണിഷ് റെഡിന്റെ ഒക്കെ കളർ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പ്യുർ കോട്ടൺ ആട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. വി നെക്കാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും പാനൽസ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ പാനൽസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും പാനൽസ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബോഡി വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചില ഐറ്റത്തിലൊക്കെ നമുക്കൊരു ഫുൾ സെറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റിയും ഒരുപാട് കൂടുതലില്ലാത്ത ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓഫർ സെയിലാണ്. നമ്മളുടെ സെയിൽ കഴിഞ്ഞിട്ട് ഈ ഒരു ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സിംഗിൾ പീസ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. അതെല്ലാം തന്നെ ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന സൈസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ക്വാണ്ടിറ്റിയും വളരെ കുറവായിട്ട് തന്നെയാണ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 650 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് റയോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ഒരു റാണി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ട് ബാന്തിനി പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നെക്ക് ആണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബീഡ്സ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ബോഡി പോർഷനിലേക്ക് ഫുള്ളായിട്ട് ബാന്തിനി പ്രിന്റ് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവ് സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇത് മെറ്റീരിയൽ റയോൺ തന്നെയാണ്. കളർ വന്നിരിക്കുമ്പോൾ പീച്ച് ആണ് കളർ വന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ട് വരുന്ന പീച്ചിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബാന്തിനി പ്രിന്റ് ആണ്. ഈ ഓപ്പോഷൻ പ്ലെയിൻ കളറാണ് വന്നിട്ട് ബീഡ്സ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ്. ഏലിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം എക്സലും ഉണ്ട്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഏലിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. പ്യുർ കോട്ടണിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. കളർ വരുമ്പോഴത്തേക്കും ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. അതിൻ്റെ അത് ഫുള്ളായിട്ട് അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ നെക്ക് വരുമ്പോൾ യൂനെക്കാണ്. യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് പ്ലെയിൻ കളറിൽ വന്നിരിക്കുന്ന ഒരു ചില്ലി റെഡ് നെക്ക് ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അത് നെക്ക് ഈ യോക്ക് പോർഷനിൽ ഈ ഒരു പോർഷനിൽ വരുന്ന കട്ട് ബീഡ്സിലെ വർക്കാണ്. ഇൻസൈഡ് പോർഷനിൽ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് ഉള്ളൂ. ബോഡി പോർഷൻ വിതൗട്ട് ലൈനിങ്ങിലാണ്. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്. എന്ന് വെച്ചിട്ട് ഭയങ്കര കട്ടിയെന്നല്ല, നമ്മുടെ നോർമൽ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയുണ്ട്. അത്യാവശ്യം ഫ്ലെയറിലാണ്. സ്ലീവ് വരുമ്പോൾ ഇതുപോലെയുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുണ്ട് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. സിമ്പിളാണ്, എന്നാൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയറായിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 ആണ്. 550 ആണ്. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണിച്ചത് ഏലിയൻ പാറ്റേൺ ആണ്. ഇത് വരുമ്പോഴത്തേക്കും സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോൾ ഒരു ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും കൂടി കോമ്പിനേഷൻ ആണ് ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ചില്ലി റെഡിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നെക്ക് യൂനെക്കാണ്. നമ്മുടെ ഈ യോക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ്. കട്ട് ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ എല്ലാം തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഒരുപാട് ഇങ്ങനെ സീത്രൂ ആവുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല. നമുക്ക് ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലൈനിങ് കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മളിപ്പോൾ ജോർജറ്റൊക്കെ ആണെങ്കിൽ ശരിയാണ്, പക്ഷേ ഇതിനെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തിൽ ലൈനിങ് ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ.
ഇതാണ് ഇതിൻ്റെ ക്ലോസപ്പ് വ്യൂ വരുന്നത്. ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജും എക്സലും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550, അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും പ്യുർ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അജ്രക് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ അത് അജ്രക് പ്രിന്റ് ആണ് കേട്ടോ. യോക്ക് പോർഷനിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ചില്ലി റെഡിൻ്റെ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലീവ് ആണ് കേട്ടോ. ഇതാണ് ഈ യോക്ക് പോർഷൻ. ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ തന്നെയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 ആണ്, 550 ആണ്. ഇതെല്ലാം ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫുൾ സെറ്റ് ഉണ്ട്. അതൊരു ഫുൾ സെറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്ട്രാ പീസസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം. അടുത്ത കുർത്തി വന്നിട്ട് ഇതും ഫ്രോക്ക് മോഡലിൽ വേറെ ചെയ്യാൻ പാകത്തിലുള്ള ഒരു കുർത്തിയാണ്. പാനൽ കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ ഈ ഓപ്പോഷനിൽ വരുന്നത് അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ നമ്മുടെ ഈ ഓപ്പോഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. താഴേക്ക് വരുമ്പോൾ പാനൽസ് ആണ്, ഫുള്ളായിട്ട് പാനൽസ് ആണ്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇൻസൈഡ് പോർഷൻ ഫുള്ളായിട്ട് പാനൽസ് കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ഡോറി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്യട്ടെ. നമ്മുടെ ഈ ഓപ്പോഷനിൽ വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫുള്ളായിട്ട് പ്രിന്റിന് ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ എൽ പോർഷനിലും ഈ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നല്ല ഭംഗിയായിട്ട് ഒരു ഫ്രോക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 ആണ്, 550 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ കളറിലാണ്. നല്ല ഭംഗിയായിട്ട് വരുന്നൊരു കുർത്തിയാണ്. അത്യാവശ്യം ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് നമുക്കൊരു പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ്. നെക്ക് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു UV പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ഫുള്ളായിട്ട് പിൻടെക്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഫുള്ള് പിൻടെക്ക് ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ആണ്. ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ്. കട്ട് ബീഡ്സിന്റെയും അതുപോലെ തന്നെ ത്രെഡിന്റെയും കൂടി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ്. ഇതുപോലെ വരും. സെൻറ്റർ പോർഷനിൽ ഇതുപോലെ പിൻടെക്കാണ്. നല്ല ഭംഗിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുണ്ട്. ബാക്ക് സൈഡ് ഇലയും തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ചേർത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സീപ്രോ ആവുന്ന പാറ്റേണിലല്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഒരു 750, 850 റേറ്റ് വന്നിരുന്ന കുർത്തീസ് ആണ് കേട്ടോ. അതെല്ലാം നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മാമ്പഴം മഞ്ഞയും പച്ചയും കൂടിയാണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്കാണ്. യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ്. ആ പ്രിന്റിനെ എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എലൈനിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. ഇൻസൈഡ് പോർഷനിൽ വരുമ്പോഴത്തേക്കും ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിലും സെയിം തന്നെ അജ്രക്കിന്റെ പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. ഇതെല്ലാം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550, 550 ആണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം DTDC ത്രൂ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടും കേട്ടോ. നമുക്കൊരു ദിവസം 2 ദിവസത്തിനുള്ളിൽ എന്തായാലും കയ്യിൽ കിട്ടും. അതല്ല സ്പീഡ് പോസ്റ്റ് ആണ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൈ കിട്ടാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവും. DTDC ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസൈഡ് കേരള പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം DTDC തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത കുർത്തി വന്നിട്ട് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ്. ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഡാർക്ക് ഗ്രീനിന്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല നമുക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്ക് തന്നെയാണ്. നെക്ക് ലൈനിലൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്കാണ്. ഇൻസൈഡ് പോർഷൻ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന വർക്കാണ്.
സെന്ററിലേക്ക് വരുമ്പോൾ ഒരു പടി പോലെ ഉണ്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ബെൽറ്റ് പാറ്റേണിലാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സെന്ററിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പോർഷനിലെല്ലാം എ ലൈനിലാണ് വന്നിരിക്കുന്നത്. സെന്ററിൽ മാത്രമാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളൂ. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും കംപ്ലൈൻറ്റ് വരാത്ത മെറ്റീരിയലാണ്. വിചിത്ര സിൽക്കാണ്. കളർ ബ്ലീഡിങ്ങിൻ്റെ കളർ ഫെയ്ഡിങ്ങിൻ്റെ ഒന്നും പോസിബിലിറ്റീസ് ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. ബീഡ്സ് പോകുന്നുള്ള പേടി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 ആണ് കേട്ടോ, 550 ആണ്. അടുത്ത കുർത്തി വേണ്ടി നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലാവൻഡറിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. നല്ല ഭംഗിയാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ. ഫ്രോക്ക് മോഡലിൽ നിങ്ങൾക്ക് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. അതല്ല കുർത്തിയായിട്ട് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്. ഈ കുർത്തി ഒന്നും നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ ഷോപ്പിൽ മാത്രം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ വി നെക്കാണ്. ഒരു UV പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ വൺ സൈഡ് പിൻടെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ട് വരുന്ന കട്ട് ബീഡ്സിന്റെ വർക്കാണ്. സെയിം കളർ ടോണിൽ വന്നിരിക്കുന്ന കട്ട് ബീഡ്സിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബോക്സ് പ്ലീറ്റ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് അല്ല, ഇതൊരു ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് ഈ ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്ത് പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ ഒരു 3-4 പ്ലീറ്റ് മാത്രമാണ് ബോക്സ് പ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഏലയും തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ പ്ലീറ്റ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിലും അത് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും XXL ആണ് കേട്ടോ. മീഡിയം ലാർജും XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 580 ആണ്. 580 ആണ്. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് ജോർജറ്റ് മെറ്റീരിയലിലുണ്ട്. ഇതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് വെയർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു വാടാമുല്ല കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നെക്ക് വരുമ്പോൾ യൂനെക്കാണ്. ഇതിന്റെ ഇങ്ങനെ ഒരു സൈഡ് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു വൺ സൈഡ് ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ലാവൻഡർ കളർ ത്രെഡും അതുപോലെ തന്നെ നമ്മുടെ ഈ വാടമുല്ല കളറിൽ വന്നിരിക്കുന്ന സർഗോസി വർക്ക് കൂടിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ലൈറ്റ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് ആണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ അപ് ടു ഡൗൺ വരെ ഫ്രണ്ട് പോർഷനിൽ മാത്രം പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എലൈനിലാണ് അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷൻ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് വരുമ്പോൾ പഫ് സ്ലീവ് കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു ബലൂൺ സ്ലീവ് എന്നൊക്കെ പറയാം കേട്ടോ. നമ്മുടെ ഈ ഒരു പോർഷനിലും പഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ്. അതും ഇത് വരുമ്പോഴത്തേക്കും പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വന്നത് 999 ആണ്. ഇപ്പോൾ നമ്മളിത് നല്ലൊരു ഓഫർ സെയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 699 ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ 2XL മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസാണ്. റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള റയോൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന കുർത്തീസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജോർജറ്റിലും വിചിത്ര സിൽക്കിലും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലൊക്കെ വന്നിരിക്കുന്ന കുർത്തീസ് ഉണ്ട്. കോട്ടണിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കുർത്തീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോട്ടണൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് വാഷ്, കോട്ടണും റയോണും ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യുക. അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ബാക്കി കുർത്തീസൊക്കെ നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ കംപ്ലീറ്റ് ഒന്നും വരാത്ത പാറ്റേണിൽ വന്നിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്ട്രാ സൈസസ് ഒന്നും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ, നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ DTDC ത്രൂ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം DTDC ആണ് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളത്. സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. DTDC ആണെങ്കിൽ ഇൻസൈഡ് കെയറിലേക്ക് നമുക്ക് 1-2 ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുന്ന രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിംഗ് എടുക്കുമ്പോൾ മാക്സിമം അത് ശ്രദ്ധിച്ച് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.